തിരികെ എത്തുമോ എന്ന് ഉറപ്പില്ലാത്തതായിരുന്നു പണ്ട് മക്കയിലേക്കുള്ള യാത്രകൾ. ഇന്ന് ചിത്രം മാറി. ഒറ്റ ക്ലിക്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉംറ വിസകൾ ലഭ്യമാകുന്ന കാലമാണ്. ഈ സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നിസാം അലി. മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള പാതയിൽ വെച്ചാണ് അദ്ദേഹം ഈ വഴിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ കഥയാണ് ഇനി. യാത്ര അതിനോളം അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന മറ്റൊരു തീരുമാനമുണ്ടാകുമോ? സംശയമാണ്. അത് മക്കയിലേക്കും മദീനയിലേക്കും ഉള്ളതാകുമ്പോൾ മനസ്സും ശരീരവുമെല്ലാം ശാന്തമായിരിക്കും. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ വ്യാപാരികളുടെയും കാഫിലകളുടെയും എല്ലാം യാത്രാ വഴിയായിരുന്നു മക്ക മദീന പാതകൾ. പലർക്കും അത്ഭുതങ്ങൾ സമ്മാനിച്ച പാത. അതിലേക്കെത്തുവാനുള്ള നീയത്ത് അഥവാ തീരുമാനം അതുതന്നെയായിരുന്നു മലപ്പുറം വെളിമുക്ക് സ്വദേശിയുടെയും ജീവിതം മാറ്റിയത്. 21-ാം വയസ്സിൽ മക്കയിലെത്തിയ നിസാം അലിയുടെ ജീവിതം മാറുന്നത് മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള പാതയിൽ വെച്ചാണ്. സൗദിയിൽ ഞാൻ ഈ ഉംറ ഫീൽഡിൽ എത്തുന്നത് യാദർശികമായിട്ട് എത്തുന്നതാണ്. ഞാൻ മക്കത്ത് വന്നു വേളാപ്പന്മാരും അമ്മമാരും ഒക്കെ ഉള്ള ഇടയിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. 6 മാസം വെറുതെ ഇരുന്നു. അതിനുശേഷം ബഗാലയിലാണ് ഫസ്റ്റിൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യണത്. സീസണിലായിട്ട് ബഗാലയിൽ ഒരു സ്ഥലത്ത്. അതിനുശേഷം ഹൗസ് ഡ്രൈവർ, മീനിൻ്റെ കച്ചവടം പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ പല രീതിയിൽ മോശമായതിനു ശേഷം ഞാൻ യാദർശികമായിട്ട് ഒരു ദിവസം മദീനയിലേക്ക് പോയതാണ്. വഴണ്ടേക്കാറൊക്കെ എടുത്തിട്ട് പോയി തിരിച്ചു വരുമ്പോൾ രാത്രിയാണ്. വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. ഒരു സ്ത്രീയും ഒരു കുട്ടിയുണ്ട്, അവരുടെ ഡ്രൈവറും ഉണ്ട്. അവരിങ്ങനെ കൈ കാണിച്ചു. ഞാൻ ഓലെൻ്റെ വണ്ടിയിൽ കയറ്റി ഒരു ജിദ്ദയിലേക്കാണ്. ജിദ്ദ സത്യത്തിൽ അന്ന് ശരിക്കും എനിക്കറിയില്ല, മക്കേ അറിയുള്ളൂ. അപ്പോൾ ജിദ്ദയിലേക്കാണെന്ന് പറഞ്ഞ ഓലിൻ്റെ കൂടെ കയറി ജിദ്ദയിൽ ഞാൻ ഓരോ ഡ്രോപ്പ് ചെയ്തു. ആ സ്ത്രീ ഒരു ഉംറ കമ്പനി, ട്രാൻസ്പോർട്ടേഷൻ കമ്പനീൻ്റെ ഓണറായിരുന്നു. അതുപോലെ ഇറങ്ങുമ്പോൾ എനിക്ക് ഓരോ കാർഡ് തന്നു. എന്നോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഓരോ കൂടെ കമ്പനിയിൽ ഏകദേശം ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഉംറ ഫീൽഡിൽ എത്തിപ്പെടുന്നത്. ഇത് നിസാം അലി. മക്കയിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ അതിഥികൾക്ക് ഉംറ പെർമിറ്റും വിസയുമെല്ലാം ലഭ്യമാക്കുന്ന മോഡേൺ ഗസ്റ്റ് ഉംറ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അമ്മാവന്മാരുടെയും ഉപ്പയുടെ സഹോദരന്മാരുടെയും തണലിൽ ആരംഭിച്ചതായിരുന്നു പ്രവാസ ജീവിതം. ആദ്യ വർഷങ്ങളിൽ ബക്കാലയിലെ സെയിൽസ്മാൻ, പിന്നീട് ഹൗസ് ഡ്രൈവർ, ഒടുവിൽ മീൻ കച്ചവടം തുടങ്ങി നിരവധി ജോലികൾ. യാദൃശ്ചികമായിരുന്നു പക്ഷേ പുതിയ വഴി. മക്ക മദീന പാതയിൽ വഴിയിൽ വെച്ച് കയറിയ സൗദി കുടുംബം നൽകിയ വേരാണ് മക്കയിൽ ആഴ്ന്നു പടരാൻ അദ്ദേഹത്തെ ആദ്യമായി സഹായിച്ചത്. മലയാളികൾ നേരിട്ടല്ലാത്ത ഈ മേഖലയിലേക്ക് കടന്നെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് 2017 മുതൽ സ്പോൺസറായിരുന്ന സൗദി പൗരൻ സാമി അലി അൽ ആംദിയാണ്. സൗദിയിലെ പുതിയ വഴികൾ ഉപയോഗപ്പെടുത്തി കമ്പനിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയപ്പോൾ നിസാം അലിക്ക് അത് നൽകിയത് പുതിയ അനുഭൂതികളായിരുന്നു. ഞാൻ സൗദിയിൽ വന്നിട്ട് വേറെയും പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഉംറയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. പല രാജ്യത്തെ പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള ആളുകൾ വരിക, പോവുക, അവർക്കൊക്കെ പല ഹെൽപ്പുകൾ, ഹിദ്മകൾ, ഓരോ സർവീസുകൾ ചെയ്യുക. അതിൽ വളരെ സാറ്റിസ്ഫൈഡാണ്. വേറെ അത് ഈ ഉംറ ബിസിനസ് നിലനിന്നുകൊണ്ട് തന്നെ ഞാൻ പല ബിസിനസ്സുകളും പലതും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിൽ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇത്, ഇഷ്ടത്തിൽ ചെയ്യുന്ന ഒരു വർക്ക്. അത് അതിൻ്റെ എന്നെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും മാക്സിമത്തിൽ ഉഷാറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കിതിലുള്ള ഒരാറ്. മലപ്പുറം വെളിമുക്ക് സ്വദേശി ആലിക്കോയ ഖദീജ ദമ്പതികളുടെ മകനായി 1981 നിസാം അലിയുടെ ജനനം.
പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപ്പയുടെ മാർബിൾ ബിസിനസിന്റെ ഭാഗമായിരുന്നു ജോലി. അതായിരുന്നു തുടക്കം. ഏതൊരു പ്രവാസിയെയും പോലെ ഗൾഫ് എന്ന സ്വപ്നവുമായി 2002 അദ്ദേഹം മക്കയിലെത്തിയത്. ഇന്ന് ഇന്ത്യ അടക്കം 24 രാജ്യങ്ങളിൽ നിന്നായി വർഷത്തിൽ 3 ലക്ഷത്തോളം തീർത്ഥാടകരുടെ ഉംറ എന്ന സ്വപ്നമാണ് അദ്ദേഹം യാഥാർത്ഥ്യമാക്കുന്നത്. കേരളത്തിലെ എല്ലാ മുൻനിര ട്രാവൽസുകൾക്കും ഉംറ വിസകൾ ലഭ്യമാക്കുന്നത് നിസാം അലിയുടെ കമ്പനിയാണ്. അതിവേഗത്തിൽ പരിവർത്തനത്തിന് വിധേയമായ ഉംറ മേഖലയുടെ എല്ലാ മാറ്റങ്ങളും അറിഞ്ഞാണ് ഇവരുടെ വളർച്ച. 2004 ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഇരുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാനുവലായിട്ടായിരുന്നു കാര്യങ്ങൾ നടക്കാം. വിസ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എംബസിയിൽ സബ്മിറ്റ് ചെയ്യണം, റിജക്ഷൻ ഉണ്ടാവും, ഫ്ലൈറ്റ് മിസ്സാവുക, പാസ്പോർട്ട് സമയത്തിന് അടിച്ച് ഇഷ്യൂ ചെയ്യാതെ കിട്ടുക, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം. ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റമാണ്. നമ്മൾ പാസ്പോർട്ട് ലോഡ് ചെയ്ത് ശരിക്കും അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞത് ഒരു പ്രോസസ്സിങ് ടൈം ഒരു 15 മിനിറ്റാണ് മാക്സിമം. 15, 16, 17 മിനിറ്റിൽ നമ്മളെ ഇമെയിലിലേക്ക് വിസ ഇഷ്യൂ ചെയ്ത് വരിക. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് മീൻസ് കൊറോണൻ്റെ മുന്നേ വരെ എംബസിയിൽ സബ്മിഷൻ ആയിരുന്നു. അതെന്തെങ്കിലും മിസ്റ്റേക്കുകൾ, പേരുകളിൽ മിസ്റ്റേക്ക് വന്നാൽ റിജക്ഷൻ വരിക, ഫാമിലിക്ക് കിട്ടും, വാപ്പക്ക് കിട്ടും, ഉമ്മക്ക് കിട്ടില്ല, അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ആദ്യം മഹറം വേണ്ടിയിരുന്നു. ഇന്ത്യയിൽ നിന്നൊക്കെ ആണിൻ്റെ കൂടെ പെണ്ണ് വേണം, റിലേറ്റഡ് ആയിരിക്കണം, അങ്ങനത്തെ മാറ്ററുകളൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ സിംഗിളായിട്ട് ആർക്കും വിസ ഇഷ്യൂ ചെയ്യാം, കുട്ടികൾക്ക് വരെ സിംഗിളായിട്ട് വിസ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഒരുപാട് സുഖമുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉംറ, ഇപ്പോഴത്തെ പുതിയ രീതി. മക്കയിൽ ലഭിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി കോവിഡ് കാലമായിരുന്നു. സൗദിയിൽ ഏറ്റവും ആദ്യം അടച്ച മേഖലയായിരുന്നു അന്ന് ഉംറ. എന്നാൽ കോവിഡ് കഴിഞ്ഞ ശേഷം ആദ്യ ഉംറ വിസ സൗദിയിലേക്ക് ഇഷ്യൂ ചെയ്തത് മോഡേൺ ഗസ്റ്റ് ഉംറ സർവീസസ് ആയി എന്നതും ശ്രദ്ധേയമാണ്. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സൗദി അറേബ്യയിലെ ഉംറ വിസ ഇഷ്യൂ ചെയ്തത് ഞങ്ങളെ കമ്പനിയാണ്. ഫസ്റ്റ് വിസ ഇഷ്യൂ ചെയ്തത് അത് ഇറാഖിലേക്കായിരുന്നു ഫസ്റ്റ് വിസ. ആഫ്റ്റർ കൊറോണ നമ്മളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏറ്റവും തിരക്കുള്ള രംഗമായി ഉംറ മാറി. ഹറമിന്റെ മുകൾ ദൃശ്യം ലഭിക്കുന്ന മക്കയിലെ കുന്നുകളിൽ ചെന്നിരുന്നാൽ മക്കയുടെ മാറ്റങ്ങൾ കാണാം. ഹറമിലേക്ക് എത്തുന്ന അള്ളാഹുവിന്റെ അതിഥികളെ സേവിക്കുന്നതിന്റെ കഥ കാറ്റേറ്റ് അദ്ദേഹം തുടർന്നു. മക്ക എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു എനർജി ഉള്ള ഒരു സ്ഥലമാണ് മക്ക. പിന്നെ ശാന്തമാണ് മക്ക. മറ്റുള്ള സിറ്റി, സൗദിയിലുള്ള മറ്റുള്ള ഒരു സിറ്റികളുടെ മാതിരിയല്ല. മക്ക മദീന പറഞ്ഞാൽ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. വലിയ തിരക്കുകളോ ഹജ്ജ് സമയത്തല്ലാതെ വലിയ തിരക്കുകളോ ഒന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടമാണ് ഇവിടെ ജീവിക്കലും പോലും ഒക്കെ. പിന്നെ ഇതിനുള്ള എന്താ വെച്ചാൽ നുയൂഫുർ റഹ്മാൻ ഇവിടെ ഉംറക്ക് വരുന്ന അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടുള്ള ആളുകളെ സേവിക്കുക എന്നുള്ളതാണ്. അത് ബിസിനസ് ആണെങ്കിൽ കൂടിയും അത് ഒരു സേവനമായിട്ടും പല ആളുകളും പല സ്വഭാവക്കാരും പല പ്രശ്നങ്ങളും ഇവിടെ വന്ന് ഹോസ്പിറ്റലൈസ് ആവണവരും മരണപ്പെടുന്നവരും പല മരിക്കണ വാപ്പിയും ഉമ്മയും മകളും ഒരുമിച്ച് വന്നിട്ട് ബസ്സിലിരുന്ന് ഉമ്മ മരിച്ച് അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിന് മകൾ തിരിച്ചു പോണ അനുഭവങ്ങളും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. മകൾ തിരിച്ചു പോണ്, നമ്മൾ മയ്യത്തെ ഏറ്റെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ജോലിയാണ്. ഈ മേഖലയിലെ അതുല്യമായ നേട്ടങ്ങൾക്കാണ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരം അദ്ദേഹത്തിന് ജിദ്ദയിലെ ഹലാ ജിദ്ദ വേദിയിൽ വെച്ച് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ എസ് അൽഷമ്മരി കൈമാറിയത്. മോഡേൺ ഗസ്റ്റ് ഉംറ സർവീസസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നിസാം അലി അമ്പലപ്പുറത്ത്. യാത്രാപ്രിയനാണ് നിസാം അലി. ഒറ്റക്കാണ് പലപ്പോഴും യാത്ര. ഇഷ്ടമുള്ള വാഹനങ്ങളും പഴയ കാഫിലകൾ ഒട്ടകങ്ങളെ മാറ്റും പോലെ അദ്ദേഹവും മാറ്റിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. ഏതൊന്നിനേക്കാളും തൃപ്തി പക്ഷേ മക്കയിലേക്കുള്ള പാതയിലെത്തുന്ന സഞ്ചാരികൾക്കായി വഴിയൊരുക്കൽ തന്നെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും എത്തുന്നവരുടെ പ്രാർത്ഥനകൾ അത് ചിറകായുണ്ട് നിസാം അലിയുടെ യാത്രകളിൽ.